ഉണ്ടായിട്ട് തന്നെയാണല്ലോ താത്ത അത്ര ബേജാറായിക്കണം ഉമ്മ. ബസീറേ ഇത്താണത് എനിക്കൊന്നും കാണല്ലോ. എല്ലാരും കണ്ടോളിമ്മ, കണ്ടോളി, എടുത്ത് കണ്ടോളി. തെറ്റ് ചെയ്ത് വെച്ചിക്കണ്, അല്ലാതെ പിന്നെ ബേജാറാവൂലല്ലോ. ഓള് ആകെ ബോധം കെട്ടല്ലോ. എന്താണ് ഇതില് ഇജ്ജ് എന്താ കാട്ടി കൂട്ടി വെച്ചിക്കണേ? ചിഞ്ചോ ഇതൊന്ന് തുറന്നു ഞാനൊന്ന് കാണട്ടെ. ഇമ്മ കണ്ടോട്ടെ, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അമ്മ കൊടുക്ക്. ഇതമ്മ മതി മഞ്ഞ് ചിഞ്ചുവിനെ കൊടുക്കി, ചിഞ്ചു കൂടി കാണട്ടെ, എല്ലാരും കാണട്ടെ. അവളെ തനി സ്വഭാവം പുറത്തേക്ക് വരട്ടെ. എങ്ങനെ ഇതിനെ കുറച്ചതും കെട്ട് നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ എങ്ങനെ അവിടെ നിൽക്കും? ഇങ്ങനെ ഞങ്ങൾ കൊന്നിടുമല്ലോ. അല്ല ഇനി എനിക്കൊന്നും പറയാനില്ല, ഇനി സംഭവിച്ചിട്ടില്ല. ഇമ്മ മാല പോയ പിറ്റേന്ന് തന്നെ നമ്മളെ നാട്ടിലുള്ള മഞ്ചേരിയങ്ങാടിയിലുള്ള ഫുള്ള് ജ്വല്ലറിയിലും പോയിക്കാണ്ട് ഞാൻ പറഞ്ഞേക്കണ്, ഇതേ സൈസ് മാല ആരാണോ അങ്ങോട്ട് കൊണ്ടുവരുന്ന വെച്ചാൽ ഇന്നെ വിളിച്ചാണ് കേട്ടോ എന്നുള്ളത്. ഇന്റെ പെരുന്ന് പോയതാണ് ഞാൻ പോയി പറഞ്ഞു കൊടുത്തേക്കണ്. അതുകൊണ്ട് ആ സാധനം എന്റെ കജില് കിട്ടി. തെളിവടക്കാണ് ഇപ്പൊ അത് CC ക്യാമറയിൽ പതിഞ്ഞതാണത്. കണ്ടില്ല നിങ്ങള്? സ്വന്തം പെങ്ങളാട്ട് ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതൊക്കെ എങ്ങനെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. എന്തിനോട് ഒരുപെട്ടോള് പരിപാടി ചെയ്തിക്കണത്? അവനാണ് പെരനുള്ളിൽ പോലെ തന്നെ ഇതേപോലത്തെ പരിപാടി ചെയ്താല് എന്താ ഇതിലൊക്കെ അർത്ഥം? അന്ന് ഞാൻ തലി വെച്ച പേരച്ച് നിലത്ത് വെച്ച ഉറുമ്പരിച്ച് വന്ന പോലെ അന്ന് ഞാൻ കോട്ട നടന്നിട്ടല്ലേ. അന്ന് ചിഞ്ചോണ് എനിക്ക് ഐഡിയ പറഞ്ഞത്, ഓല അവിടെ എങ്ങനെ അങ്ങനെ സംഭവിച്ചിക്കണ്, ഇങ്ങനെ പോയി പറഞ്ഞേക്കണെന്ന്. അതുകൊണ്ട് ഞാൻ പോയി പറഞ്ഞോണ്ട് സാധനം കിട്ടി. അതൊക്കെ നമ്മൾ രണ്ടോളും പറഞ്ഞില്ലല്ലോ. മഞ്ചേരിയങ്ങാടില് എല്ലാ കടയിലും ഞങ്ങൾക്ക് പറഞ്ഞിടാന്ന്. ഇനി പുറത്തുനിന്ന് പോയതാണെങ്കിലും നമ്മളെ പേരിനുള്ളിൽ ആരാണെങ്കിലും ഇവിടെ ഉള്ള നാട്ടിലല്ലേ കൊണ്ടേ വിൽക്കുള്ളൂ. അതുകൊണ്ട് അത് നന്നായിക്കാം. അതിനെടുത്ത പൊട്ടന്മാർക്ക് ആ ഓർമ്മല്ലോ. ഇനി മഞ്ചേരിയങ്ങാടി ജ്വല്ലറിയിൽ മുഴുവനും വെച്ച് പറഞ്ഞൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു പൊട്ടോടൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. തല്ലല്ലടാ ഇമ്മ, തല്ലല്ലി പറമ്മ കൊന്നുട്ടാളെ കാണണ്ട. എന്റെ സോണി പാവാടിച്ച ആട്ടി ഓട്ടൊക്കെ കുട്ടിനെ സുനിതാന്റെ മേത്ത് കിട്ടുകയാണ്. ഇവിടെ അങ്ങനെ കടന്ന് സുഖിച്ചോളൂ. മൂതോ ഒട്ടിച്ചിട്ട് പൊട്ടിച്ചാനെ തോന്നിട്ട് നോണ പള്ളം നിർത്തിയിട്ടില്ലേ ചേ. അല്ലെങ്കിൽ ഒരു ഒരുമ്പട്ടോക്ക് മാറ്റി ഞാൻ എന്റെ മരക്കള മുഴുവൻ തരം താത്തിക്കോട്ടാണല്ലോ. നീ പറ എന്തിനടുത്ത് എനിക്ക് എന്തിന്റെ ആവശ്യമാണ് എടുക്കാനുള്ളത്? എനിക്ക് എന്ത് കുറവാടി എനിക്ക് എന്റെ ഓൻ എനിക്ക് തന്നത്? എന്തിനാണ് എടുത്തതെന്ന് പറ. എന്റെ അപ്പത്തെ പൊട്ട ബുദ്ധി എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്? അതിന്റെ മുന്നിൽ ഞങ്ങൾ എങ്ങനെയായിട്ട് ജീവിച്ച അല്ലെ ഞാൻ കൊന്നാലോ? ഇമ്മ ഞാൻ അതിനോട് കൊന്നിട്ടവരമ്മ ഇങ്ങനെ സാധനം ഇല്ലാതൊക്കെ നല്ലേ. എനിക്ക് എല്ലാത്തിനും ഇമ്മ ഉണ്ടെന്നുള്ള ധൈര്യമാണ് കേട്ടോ. എന്റെ കൂടെ ഇമ്മ നിൽക്കൂല. ഈ പരിപാടി ചെയ്ത ഇവിടെ നിൽക്കണ്ട. ഇക്ക തല്ലണ്ട. ആ പഠിപ്പ് പഠിച്ചോല് എന്തായാലും ഇത് മാറ്റൂല. മതി നിർത്തിക്കാളി. ഞാൻ നാട്ടുകാരെ മുന്നിൽ കൂടെ വരുമോ നാളെ കെട്ടിയല്ലോ. എങ്ങനെയൊക്കെയാണ് കുറച്ചത്? ഒരു കുട്ടികളും മക്കളും എനിക്കില്ല. പിന്നെ എന്ത് തേങ്ങക്കാണ് പണി ചെയ്തിക്കണത് പണിക്കുട്ടി ഇച്ച് വെച്ച എന്തായാലും എന്റെ മകൾ എന്നെ ഇടിച്ചത് കാണാൻ വെച്ച ഇന്നെ തല്ലല്ലോ വാസിറ, ഇന്നെ തല്ലല്ലോ വാസിറ. ഞാൻ സാധനം ഉണ്ട്, പൈസ ബാങ്കിലുണ്ട്. ബാങ്കിൽ
പൈസ എടുത്തുകൊള്ളു. ഞാൻ ഇങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ 1000 രൂപയ്ക്ക് വാങ്ങി, അതന്നെ ഉള്ളു. എന്ത് അന്തസ്സിലുള്ള പറയാണ്. ബാക്കി ബാങ്കിലിട്ട് പോന്നോളെ ബാപ്പ കൊടുത്ത പൈസ ഒക്കെ സുറുമ്പിളില്ലാത്തോള്. ഇനി മതി, ഈ ഒരു കുട്ടോളം ഇവിടെ നിക്കണ്ട. ഈ ചാവ ഇവിടെ നാക്കി പോയിക്കോട്ടെ, ഇപ്പോൾ ഇവിടെ നിക്കണ്ട. എന്തൊക്കെയാണ് ഇവിടെ തോട്ടിക്കുട്ടി. ആ സുമിന്റെ മേത്തക്ക് മറ്റേ പരിപാടി ജന എടുത്തിട്ടല്ലേടി ആ പൈസ ഉള്ള ബാഗിൽ കൊണ്ടുവച്ചാണ്ട് ചെലക്കിന് കണ്ടിലോള്. ആ പാവം അതിനൊക്കെ എങ്ങനെ ഉറച്ചോടി, എങ്ങനെ നോക്കിയതടി എന്നെ അത്? 15 രൂപ ഞാൻ കൊണ്ടുപോയി വെച്ചതാണ്. അതില് താത്താനെ സംസാരിച്ചോട്ടെ എത്തിട്ട് കുറച്ചത്. ആ പാവ പെണ്ണിനെ ചെടി എവിടെ വെക്കൂടെ ഷാപ്പൊക്കെ വെറുതെടിയാക്കോ ഒന്നും ഉണ്ടാകാത്തത്. ഇനി ചവിട്ടല, ഇനി കാട്ടില്ല. ഞാനൊന്നും എടുത്തിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. ആ പൈസ കവയെ പോലെ മേഖലുണ്ട്. എന്നെ തള്ളല്ലേ. എന്ത് തെറ്റാടിയോ പാവം ചെയ്തിക്കണേ. അവനെ കൊണ്ടാ മുഴുവനും കോരിയിട്ടല്ലേ ഈ കാട്ടുള്ളത്. ഇന്ന് വരെ എതിർത്ത് നമ്മളോട് ആരോടൊരു വാക്കാ പെണ്ണ് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല സീമേ, ആ പെണ്ണ് വരണന്ന് ചിത്ര വലുപ്പുള്ളൂ. എന്നൊക്കെ എങ്ങനെ കൊണ്ടു നടന്നത്. അതൊന്നും കണ്ടില്ല. അതൊക്കെ ഈ ഒരുപെട്ടൊക്കെ മാറ്റിയിട്ടാണ്. ഇവക്ക് പാട്ടി കഴിഞ്ഞ മക്കളെ മറിക്കളെ മുഴുവനോ ഞാൻ താത്തി കൊണ്ടുപോലെ റബ്ബേട്ട് ഞാൻ വിറ്റ പൈസ ബാക്കി എത്ര എടുത്തത്? നീ എന്താ ബാക്കി ഉള്ളത് അതില്? എങ്ങനെ കൊണ്ടുപോയിട്ടും പോലെ ബാപ്പാനെ സ്വത്തിട്ടത് നോക്ക്. എനിക്കങ്ങനെ തോന്നി. ഇത് കൊന്നിട്ടാ കുഴപ്പമില്ല. കൊന്ന അവിടെ പള്ളിക്കാട്ടിൽ സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി കുഴിച്ചിടാ. ഈ പരിപാടി ചെയ്ത് ഇവിടെ നിൽക്കണ്ട കേട്ടോ. ഈ പരിപാടിയോട് ചെയ്ത് എന്ത് കുറവാ ഒക്കെ ഉള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ടമ്മ, സംഭവം ഇത്രത്തോളം ആയില്ലേ. മാല കട്ടെടുത്തത് ആരാന്ന് നമ്മ കണ്ണുമുന്നിൽ കണ്ടും ചെയ്തു. ഇനി ആ മാല കിട്ടും ചോദിച്ചു. ഇവിടുത്തെ ഒരാൾ ഇറങ്ങിപ്പോയിക്കണല്ലോ, ആ പാവം താത്ത. പച്ച പാവം, അതിനങ്ങോട്ട് കൊണ്ടുവരണം. താത്താനെ കൊണ്ടുവരാ, അത് നമ്മളാരല്ലേ കൊണ്ടുവരാ. താത്ത കൊണ്ടുവരണം. അത് കാല് പിടിച്ച മാപ്പ് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരണം. ഞാനോ, ഞാൻ മാപ്പ് ഞാൻ മാപ്പ് പറഞ്ഞു ഞാൻ കൊണ്ടുവന്നോണ്ട്. ഇപ്പോഴും അഹങ്കാരം മാറ്റില്ലല്ലമ്മ. അങ്ങനെ നോക്കാൻ നിങ്ങള് ഈ വലിയ പരിപാടി ചെയ്തിട്ടും എങ്ങനെ ഞാൻ കൊണ്ടുവരാന്ന്, എങ്ങനെ ഇത് ചെയ്തത്? ചെഞ്ചു പറഞ്ഞ പോലെ ഓളെ ഇജ്ജ് പോയി കൊണ്ടുവരണം, മാപ്പ് പറഞ്ഞു കൊണ്ടുവരണം. ഇതിന്റെ കൊട്ടിന്റെ കജ്ജും കാലിച്ച് കുടിച്ചണം കേട്ടോ. ഇനി അനക്ക് ഓളത് തിരുമ്പാൻ പറ്റും, ഓളത് നോക്കാൻ പറ്റും, ഞാനും നോക്കട്ടെ കേട്ടോ. അന്റെ കോളം വരെ തിരുമ്പിക്കാണ് ഓള് നന്നാക്കി തന്നിട്ടുള്ളത്. ആ പെണ്ണിനെ ഈ പരിപാടി ചെയ്തത്. ഇനി കാക്കാനോട് പറയരുത്, ഇനി കാക്കാനോട് പറഞ്ഞ കാക്കാനെ വാങ്ങി തള്ളി കിട്ടു. അതുകൊണ്ടാ ഇനി കാക്കാനോട് പറയുമ്പ ഇങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഇവിടുന്ന് പോയിക്കൊണ്ടെന്ന് ആർക്കറിയാം. കാക്കാനോടും പറയും, എല്ലാവരും അറിയട്ടെ എന്റെ സ്വഭാവം. എന്നെ കൊല്ലണം, ഈ ബാക്കി കാക്കാർക്ക് തരും കേട്ടോ. ഞാൻ ഇതൊന്നും നിർത്തിയിരിക്കണേ. പറഞ്ഞ പോലെ പള്ളിക്കാട്ടിൽ സ്ഥലം ഉണ്ടല്ലോ എന്നെ കുറിച്ചിട്ടാ. എന്തായാലും താത്താനോട് കൊണ്ടുവരണം. നാളെ തന്നെ പോയി താത്താനോട് കൊണ്ടുവരണം. താത്ത ഇവിടെ ചെയ്യുന്നതും താത്ത ഞമ്മക്ക് ചെയ്തതൊക്കെ എല്ലാരും മറന്നോ? എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ആ കുറച്ച് കാലമായിട്ടുള്ളൂ. ഇക്ക ഇങ്ങോ നോക്കിയ കഥകളൊക്കെ നിങ്ങൾ എന്നോട് പറയണേക്ക. ആ താത്താനാണ് ഇവിടെ പൂജാരിത്രം പറഞ്ഞ ഇവിടെ നാക്കി വിട്ടിക്കണത്. അതുകൊണ്ടമ്മ താത്താനെ കൊണ്ടുവരണം. എനിക്ക് ഞാനതേ പറയാനുള്ളൂ. ഞാൻ ഈ വേറൊരു കാര്യത്തില്ല. ഇജ് മാപ്പ് പറഞ്ഞ് കജും പാലും കുടിച്ചു കൊണ്ടാണ് അഹങ്കാരം നിർത്തിക്കോ കേട്ടോ. ഇജ് കൊടുന്ന് ഇവിടെ മര്യാദക്ക് നിന്നിട്ട് ഈ എൻ്റെ കെട്ടിച്ചോർത്ത് ഇജ് പോണം. ഈ ഞാൻ ഇവിടെ നിൽക്കലുള്ളത് മതിയായിച്ച്. പിന്നെ എനിക്ക് ഇത് കാര്യമായിട്ടൊന്നും പറയാനില്ല. താത്താനെ കൊണ്ടുവരണം. അതും കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് കൊണ്ടുവരണം. ആ നാട്ടിൽ മുഴുവൻ താത്ത നാറിയിക്കും. എന്തായാലും കട്ടെടുത്ത് കാണാൻ വന്നല്ലാതെ പറഞ്ഞു കേട്ടേക്ക. അതുകൊണ്ട് നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം ആദ്യക്ക് താത്തേനെ എടുത്തെന്നുള്ളത് പറയണേക്ക.
ആയിക്കോട്ടെ ചിഞ്ചോ, ഞാൻ പാപ്പ പറഞ്ഞ് ഞാൻ കൊടുത്തോണ്ട്, നിങ്ങൾ ആരും കൊണ്ടുവന്ന ഞാൻ കൊടുത്തോണ്ട്, എനിക്കൊരു തെറ്റ് പറ്റിയതല്ലേ, നിങ്ങൾക്ക് എനിക്ക് സേവിച്ച് തന്നൂടമ്മ. എനിക്ക് നിന്റെ മാല കിട്ടിയാൽ മതി, വേറെ നിനക്ക് പറയല്ല. ഇനി എന്തേലും ആവട്ടെ, കൊല്ലേ തല്ലേ എന്തേലും ആവട്ടെ. കൊല്ലേ എന്തേലും ചെയ്യണം, എനിക്ക് കാണാൻ വെച്ച കേട്ടോ. ഞാൻ കൊടുത്തോളാം, സുമിതാതാണ് ഞാൻ കൊടുത്തോളാം. ഈ പരിപാടി ഇവിടെ ചെയ്തല്ലോ. കയ്യമ്മ എന്റെ കൈയോട് ചെക്കടാ, നല്ലല്ലേ. ലേക്ക് അടിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ലേക്ക് അടിച്ചാളി കേട്ടോ. അങ്ങനെ ആത്തിക്കാനെ കൈയോടെ ബഷീർ പിടിച്ചു. ഇനി സുമിത്താത്താനെ ആത്തിക്ക കൊണ്ടുവരാൻ പോകുമോ ഇല്ലയോ, ഉടൻ വീഡിയോ വരുന്നതാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്താളി കേട്ടോ. അതുപോലെ ലേക്ക് അടിച്ചാൻ മറക്കല്ലിട്ട മക്കളെ, ഉടൻ